അടുപ്പിലുണ്ടാക്കാൻ പോയിട്ട് നമ്മളെ ചായ എല്ലാം തൂവിപ്പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ നോ ഗ്യാസ് ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന് കുറച്ച് നേരത്തെ തന്നെ എണീച്ചു. കാരണം ഈ ഒരൊറ്റ അടുപ്പിൽ വേണം ഇന്ന് നമുക്ക് ഫുള്ള് പാചകം ചെയ്യാൻ. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഇന്നലെ വെച്ച ആട്ടിനുള്ള കഞ്ഞി ഒന്ന് ചൂടാകാനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തീയൊക്കെ ഒന്ന് നന്നായിട്ട് കത്തിപ്പിടിക്കട്ടെ, അതുവരത്തേക്കും നമുക്ക് ഈ കഞ്ഞി ഒന്ന് തിളപ്പിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചോറ്റുണ്ടാനുള്ള കലം അടുപ്പിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു സ്പേസും കൂടെ ഉണ്ട്. അവിടെ നമുക്ക് ഇഡലിത്തട്ടിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിൽ ഇഡലി ഉണ്ടാക്കാം. അപ്പോൾ ദാ അരിയൊക്കെ ഒന്ന് തിളച്ച ശേഷം അതങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരെടുപ്പ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഡലിക്കുള്ള ചമ്മന്തിയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചൂടായ ആ വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ അടുപ്പിൽ തീ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫുള്ള് ചൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചായക്കുള്ള വെള്ളവും കൂടെ സൈഡിലോട്ടങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് അവിടെ ഇരുന്ന് അങ്ങ് ചൂടായിക്കോളും. ഇനി നമ്മൾ തോരനാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ശരിയാക്കി സ്കൂളിൽ ചോറ് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് തോരൻ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയാണ്. അപ്പോൾ തോരനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചായയും കൂടെ അങ്ങോട്ടാണ്. ചായ വെക്കാനായിട്ട് ഈ ചെറിയ റിങ് എടുത്ത് വെച്ചിട്ടാണ് അതിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചായ ഇടാൻ പോയിട്ട് അടുപ്പിൽ ഗ്യാസിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കും. അടുപ്പിൽ പതുക്കെ തിളയ്ക്കുള്ളെന്ന് പറഞ്ഞിട്ട് ചായം അടുപ്പിൽ വെച്ചിട്ട് വായ വെക്കാൻ പോയതാണ്. ചായ മൊത്തം പൊങ്ങിയാണ് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തെ കുറച്ച് പണികളൊക്കെ അങ്ങ് ഒതുക്കും. പിന്നെ ഞാൻ ഒരു ട്രിപ്പും കൂടെ ഇഡ്ഡലി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മിസ്സിരിയാൾക്ക് ഒരു മുട്ടയും കൂടെ പൊരിക്കണം. അത് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം എത്തുന്നില്ലേ. അപ്പോൾ ഈ ഫ്രൈ പാനിൽ ഞാൻ ദോശ വരച്ചിടും കേട്ടോ അടുപ്പിൽ വെച്ചിട്ട്. അപ്പോൾ മിസ്സിരിയാക്കുള്ള മുട്ട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അടുപ്പിൽ നല്ല തീ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തീ അണയ്ക്കുന്നതെന്ന് വിചാരിച്ച് മീൻകറിയും കൂടെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ മീൻകറിയൊക്കെ അങ്ങോട്ട് വെച്ചു. അപ്പോൾ മീൻകറിയൊക്കെ ശരിയായതിന് ശേഷം പിന്നെ ഞാൻ നോക്കിയപ്പം ചക്ക ഇരിക്കുന്നു വെക്കാൻ. അപ്പോൾ ചക്കയ്ക്ക് പാകമായിട്ടുള്ള കലം ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള കലമില്ല. അപ്പോൾ ഞാൻ ഇത് ഇരുമ്പിച്ചട്ടി തന്നെ ചക്ക വെക്കാമെന്ന് വിചാരിച്ച് ഇരുമ്പിച്ചട്ടിയിൽ ചക്കയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ വേവിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നാളത്തേക്കുള്ള നമ്മൾ ആട്ടിനുള്ള കഞ്ഞിയും കൂടെ